നമസ്കാരം. യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവും ധാർമ്മികതയും രാഷ്ട്രീയ മര്യാദയും പ്രതിപക്ഷ ബഹുമാനവും ഒന്നുമില്ലാത്ത കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് CPM-കാർ. അവർക്കെതിരായി നിൽക്കുന്ന ഒരാളെ തകർക്കണമെന്ന് തീരുമാനിച്ചാൽ അവരത് ചെയ്തിരിക്കും. മറ്റൊരു തരത്തിലും തകർക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ പെണ്ണുകേസിൽ കൊടുക്കും. രാഷ്ട്രീയക്കാരിൽ പീഡകരുടെ എണ്ണമെടുത്ത് നോക്കിയാൽ CPM-കാരുടെ തട്ട് താണുതന്നെ ഇരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എതിർ പാർട്ടിയിലുള്ള വനിതാ സ്ഥാനാർത്ഥികളെ അവിഹിത ബന്ധങ്ങൾ ആരോപിച്ചും ഇല്ലാക്കഥകൾ പടച്ചുണ്ടാക്കിയും വായ്പാട്ടായി പ്രചരിപ്പിക്കുകയാണ് CPM-കാർ. അവരുടെ സൈബർ ഇടങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാം ഒരേ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ. അതിനർത്ഥം ഏതോ ഒരുത്തൻ എഴുതി തയ്യാറാക്കി മനുഷ്യത്വവും ചിന്താശേഷിയുമില്ലാത്ത അടിമകളായ അണികൾക്ക് കൊടുത്തതാണെന്ന്. ഉമ്മൻചാണ്ടി എന്ന ഏറ്റവും ജനകീയനായ നേതാവിനെതിരെ ഇതുപോലെ പീഡനക്കേസ് കെട്ടിച്ചമച്ചും കള്ളപ്പരാതി കൊടുപ്പിച്ചുമാണ് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറിയത്. നിയമസഭയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ പിണറായി വിജയനെ പിണറായിക്കാരനായ ഒരു വിജയൻ എന്ന് വിളിച്ചപ്പോൾ തൊട്ട് നെറികെട്ട CPM-കാർ തീരുമാനിച്ചതാണ്, ഇവനെ ഒതുക്കണം, ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇനിയും ഉയരും. വിജയനെ പല പേരുകളിലും വിളിച്ചൊന്നിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ നിഷ്പക്ഷരായ ജനങ്ങൾ ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. ഉമ്മൻചാണ്ടി എന്ന നല്ല മനുഷ്യനെ മനുഷ്യത്വമില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടിയത് എങ്ങനെയെന്ന്. അദ്ദേഹത്തെ ഇത്ര വേഗം മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ഈ മനുഷ്യമൃഗങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ചറിയണം. പിണറായി വിജയൻ എന്ന കപടനായ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ അധികാരത്തിലെത്തിയെന്നറിയണം. എന്തായിരുന്നു സോളാർ പീഡന കേസ്? LDF പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് സോളാർ തട്ടിപ്പ് കേസും പിന്നാലെ സോളാർ പീഡന കേസും ഉണ്ടാകുന്നത്. വിവാദമുയർന്നതോടെ LDF കുപ്രസിദ്ധമായ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം നടത്തി. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചതോടെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം അവസാനിപ്പിച്ച് അന്തം കമ്മികൾ അവരവരുടെ വഴിക്ക് പോയി. അതിനുശേഷം സോളാർ തട്ടിപ്പുകാരി ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡനാരോപണങ്ങൾ ഉന്നയിച്ചു. സോളാർ തട്ടിപ്പുകാരിയാണ് മുഖ്യമന്ത്രിയെ കാണാൻ ഇടനിലക്കാരിയായി നിന്നത് എന്നുള്ള വ്യവസായി മല്ലേലിൽ ശ്രീധരൻ നായരുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തു. സോളാർ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ശിവരാമൻ കമ്മീഷനെ നിയമിച്ചതും ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ സർക്കാരാണ്. 2013 ഒക്ടോബർ 27 കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടിയെ LDF തെമ്മാടികൾ കല്ലെറിഞ്ഞു. നെഞ്ചിൽ കല്ലേറുകൊണ്ട് വേദന സഹിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രം അന്നത്തെ പത്രങ്ങളിലും ചാനലുകളിലും വന്നിരുന്നു. ആ ചിത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്, ഒരു നീറ്റലായി. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരെല്ലാവരും കൂടി നടത്തിയ നവകേരള സർക്കിട്ടിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസും DYFI ഗുണ്ടകളും കൈകാര്യം ചെയ്തത് എങ്ങനെയെന്ന്. കൺമുന്നിൽ നടന്ന ആ ക്രൂരമർദ്ദനത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൂരമായൊരു ചിരിയോടെ നിസ്സാരവൽക്കരിച്ചത്. ഇതൊന്നും ഒരു കാലത്തും മലയാളികൾ മറക്കരുത്. 13 മണിക്കൂറാണ് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ മുന്നിൽ ഉമ്മൻചാണ്ടി വിചാരണ നേരിട്ടത്. അത് 2016 ജനുവരി 25 അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 4.5 മാസങ്ങൾക്ക് മുൻപ്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ തട്ടിപ്പുകാരിയുടെ പീഡനാരോപണം ഉയർത്തിക്കൊണ്ടുവന്നാണ് 2016 LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ ശ്രമം വിജയിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. സോളാർ തട്ടിപ്പുകാരിയും KB ഗണേഷ് കുമാറിനും തമ്മിലുള്ള ബന്ധമാണ് എല്ലാത്തിനും കാരണമെന്ന് തട്ടിപ്പിലും ജീവിതത്തിലും തട്ടിപ്പുകാരിയുടെ പങ്കാളിയായ ബിജു രാധാകൃഷ്ണൻ തുറന്നടിച്ചിരുന്നു. അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ ഇന്ന് പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാണെന്ന് ഓർക്കണം. പിന്നീട് വന്ന പിണറായി സർക്കാർ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടെന്ന് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. 2018 ഒക്ടോബർ 16 പിണറായി സർക്കാർ ഒരു തീരുമാനമെടുത്തു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സോളാർ തട്ടിപ്പുകാരിയുടെ പീഡന പരാതിയിൽ കേസെടുക്കാൻ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ളപ്പോഴായിരുന്നു ഇത്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ വീണ്ടും പെണ്ണുകേസ് പൊക്കിക്കൊണ്ടുവന്നു. 4 ദിവസം കഴിഞ്ഞ് 2018 ഒക്ടോബർ 20 ഉമ്മൻചാണ്ടിക്കെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനടക്കം പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. രാഹുലിനെതിരെയും 3 മാസം മുൻപ് പ്രകൃതി വിരുദ്ധ പീഡനാരോപണം അന്തം കമ്മികൾ ഉയർത്തിയത് കൂടി ഓർക്കണം. ഉമ്മൻചാണ്ടി മാത്രമല്ല, KC വേണുഗോപാലും AP അനിൽകുമാറും അടൂർ പ്രകാശും ഹൈബി ഈഡനും AP അബ്ദുള്ള കുട്ടിയും അടക്കമുള്ളവർക്കെതിരെ തട്ടിപ്പുകാരി പീഡന പരാതി നൽകി. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പീഡന കേസിലെ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് തട്ടിപ്പുകാരി 2019 മെയ് 5 സുപ്രീം കോടതിയിലെത്തി. ടീം സോളാർ കമ്പനിയിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ 2019 ഒക്ടോബർ 10 പിണറായി വിജയന്റെ സർക്കാരിന് വേണ്ടി ഹാജരായ ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി കോടതിയിൽ ബോധിപ്പിച്ചത് ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തെളിവുകളും ഇല്ലെന്നാണ്. സോളാർ പീഡന കേസ് 2021 ജനുവരി 24 CBI ഏറ്റെടുത്തു. സോളാർ തട്ടിപ്പുകാരിയുടെ പീഡന പരാതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തെളിവുകളുമില്ലെന്ന് പിണറായി വിജയന്റെ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി VS അച്യുതാനന്ദനെതിരെ മാനനഷ്ടക്കേസ് നൽകിയിരുന്നു. ഈ മാനനഷ്ടക്കേസിൽ 10,10,10,000 രൂപ ഉമ്മൻചാണ്ടിക്ക് നൽകാൻ 2022 അനുകൂല വിധിയുണ്ടായി.
2022 ഓഗസ്റ്റിൽ ലൈംഗികാരോപണ കേസിൽ ഹൈബീഡിനെതിരെ തെളിവില്ലെന്ന് CBI കണ്ടെത്തി. KC വേണുഗോപാലിനെയും അടൂർ പ്രകാശിനെയും AP അനിൽകുമാറിനെയും CBI ചോദ്യം ചെയ്തു. പിന്നീട് അടൂർ പ്രകാശിനെയും അനിൽകുമാറിനെയും CBI കുറ്റവിമുക്തരാക്കി. ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ യാതൊരു തെളിവുകളും കണ്ടെത്താൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ കഴിഞ്ഞില്ല. പൊതുപ്രവർത്തന രംഗത്ത് ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ആരോപണങ്ങളാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ നേതാവിന് നേരിടേണ്ടി വന്നത്. സത്യങ്ങളെല്ലാം മറനീക്കി പുറത്തു വന്നപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. പീഡനം നടന്നെന്ന് സോളാർ തട്ടിപ്പുകാരി പരാതിയിൽ പറഞ്ഞിരുന്ന ദിവസം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. സോളാർ പീഡന കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ KB ഗണേഷ് കുമാറും ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജും വിവാദ ദല്ലാളായ നന്ദകുമാറും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് CBI കണ്ടെത്തി. സോളാർ തട്ടിപ്പുകാരി ജയിലിൽ കിടന്ന സമയത്ത് എഴുതിയ കത്ത് ഗണേഷ് കുമാർ തൻ്റെ സഹായിയെ വിട്ട് കൈക്കലാക്കി. അതിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തു എന്നും CBI കണ്ടെത്തി. ഗണേഷ് കുമാറിനെതിരെ കോൺഗ്രസ് നേതാവായ സുധീർ ജേക്കബ് കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് നൽകി. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നീതി കിട്ടണമെങ്കിൽ കേസിൽ അന്വേഷണം നടക്കണമെന്ന പരാമർശത്തോടെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ആ ഹർജി തള്ളുകയാണ് ചെയ്തത്. ഇപ്പോൾ രാഹുലിനെതിരെയും ഉയർന്നു വന്നിരിക്കുന്ന വിവാദത്തിനു പിന്നിൽ CPM ആണ്. കാരണം കഴിഞ്ഞ 9.5 കൊല്ലം കിരാത ഭരണം നടത്തിയ പിണറായി വിജയനും കൂട്ടാളികൾക്കും ഇനി ഭരണം കിട്ടില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതുമാത്രമല്ല, ശബരിമലയിൽ ഈ കാട്ടുകള്ളന്മാർ നടത്തിയ സ്വർണ്ണക്കൊള്ളയും ജനങ്ങളെ രോഷം പിടിപ്പിച്ചു. കമ്മികൾക്ക് വോട്ട് ചോദിച്ച് വീടുകളിൽ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. രാഹുൽ തെറ്റുകാരനാണെങ്കിൽ പരാതിക്കാരി മുഖ്യമന്ത്രിയെ മുഖം കാണിക്കുകയല്ല വേണ്ടത്, നിയമപരമായി മുന്നോട്ട് പോകുകയാണ്. ഇതിൽ നിന്നു തന്നെ വ്യക്തമാണ് കാര്യങ്ങൾ. സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ പാർട്ടി നേതാക്കൾക്കോ ഇവരെ താങ്ങി നിൽക്കുന്ന പൃഷ്ഠം താങ്ങികൾക്കോ എതിരായി എന്തെങ്കിലും പറയുമ്പോൾ 100 വട്ടം ആലോചിക്കണം. 100 വട്ടം. ഒരു വാക്കു പിഴച്ചാൽ കേസായി. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അത് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുമ്പോൾ കമ്മികൾക്ക് ബോധ്യമാകും.